ചേച്ചിയും ഞാനും ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആയി. ഇപ്പൊ ഒരു ഫ്ലാറ്റിലായിരുന്നു. നമുക്കല്ലേ അറിയത്തുള്ളൂ എന്താ സത്യാവസ്ഥ. നിങ്ങളൊരു ഫ്ലാറ്റിൽ എത്ര കാലം ഉണ്ടായിരുന്നു? കുറച്ച് ദിവസങ്ങള്. അത് ചേച്ചി കൊച്ചിയിൽ വരുമ്പോ നിക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങുന്നൊക്കെ, അങ്ങനത്തെ പരിപാടികളൊക്കെ. ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസിന് മുന്നേ ഉണ്ടായിരുന്നു. ആളുകളെ അവിഹിതാക്കിയോ? അത് ഉറപ്പല്ലേ ആക്കും. ഞങ്ങളൊരു ഫ്ലാറ്റ് വയറ്റിലെ ഒരു ഫ്ലാറ്റിലുണ്ടായിരുന്നു. ഞാൻ ഈ ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ റൂം എടുക്കത്തില്ല. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങൾക്ക് ഷൂട്ടിനൊക്കെ പോകും. കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് ഇൻസ്റ്റ പ്രത്യേകിച്ച് തുറക്കാൻ പറ്റില്ല. കാരണം റീൽസ് കംപ്ലീറ്റ് രേണു 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 ഇത് മാത്രമാണ് ഇൻസ്റ്റാ റീൽസിൽ ഇങ്ങനെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് ഇതിപ്പോൾ കണ്ടു തലപ്പിലാതെ പിടിക്കുന്നവർക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഈ ഓൺലൈൻ മീഡിയാസിനെ ശരിക്കും പറഞ്ഞാൽ ചില മീഡിയാസിനൊക്കെ തന്നെ രേണു ഈ കാശ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അല്ലാതെ പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇടാൻ വരെ ഓൺലൈൻ മീഡിയാസ് തയ്യാറായിക്കൊണ്ട് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇത് എന്തോന്നാണിത് അറിയാൻ വരാഞ്ഞിട്ട് ചോദിക്കുകയാണ്. കാരണം പരമ ബോറായി പോകുന്നു എന്ന് മാത്രമല്ല അത്രയധികം ഓവറായി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ കാണിച്ച വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ്? ഇത് എന്തോ പല പരദൂഷണ കമ്മിറ്റിയാണ്. അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് തോന്നിയവാസവും വിളിച്ച് പറയുന്ന കണക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. കാരണം രേണു ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതറ്റം വരെ ജനങ്ങളെ വെറുപ്പിക്കാം, അല്ലെങ്കിൽ ഏതറ്റം വരെ തന്നെ ഇഷ്ടപ്പെടുന്നവരെ മാക്സിമം വെറുപ്പിച്ച് എനിക്ക് ട്രോൾ ഉണ്ടാക്കാം എന്നുള്ളതിന്റെ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നതിനും അതോടൊപ്പം തന്നെ കോണ്ടന്റ് കൊടുക്കുന്നതിനും ഒക്കെ തന്നെ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് കഴിയുമ്പോഴത്തേക്കും അത് പരമ ബോറെന്നല്ല, അത് അത്രത്തോളം ഓവറായി മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. അതെല്ലാം ക്രോസ് ചെയ്തിട്ടാണ് രേണുസുതി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെന്നത് എടുത്ത് പറയേണ്ടി വരും. അത് മാത്രമല്ല അതിനൊത്ത് തുള്ളാനായിട്ട് കുറേയധികം ഓൺലൈൻ മീഡിയാസ് ഈ പറയുന്ന രീതിയിൽ രേണുസുതി അത് ചെയ്താൽ രേണുസുതി ഇത് ചെയ്താൽ ഇത് എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. കാരണം ഇവർ ഓരോന്ന് റീലാക്കി എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. അപ്പം മാക്സിമം ഈ ആൾക്കാർ കംപ്ലീറ്റ് നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ടാണ് രേണുസുതിയുടെ വീഡിയോസ് ഓരോന്ന് കാണുന്നതെന്ന് പറയാം. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കുന്ന വരെ തെറി വിളിച്ചു പോകുന്ന തരത്തിലോട്ടാണ് ഓരോ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു വീഡിയോ തന്നെ ഇത് എന്തിന്റെ ആവശ്യത്തിനുള്ള ഒരു വീഡിയോ ആയിരുന്നു? അതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇതൊക്കെയാണോ ശരിക്കും പറഞ്ഞാൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്? അതൊക്കെ എടുത്ത് വീഡിയോ എടുത്ത് ഇടാൻ വേണ്ടിയിട്ടും ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. ശരിക്കും രേണു ഇതൊന്നും അറിയാതെ ചെയ്യുന്നതാണോ, അതല്ല മനഃപൂർവ്വം ഈ ഓൺലൈൻ മീഡിയാസിനെ വച്ചുകൊണ്ട് കോണ്ടന്റ് ഉണ്ടാക്കി ജനങ്ങളുടെ മുന്നിലേക്ക് നെഗറ്റീവെങ്കിൽ നെഗറ്റീവ് എത്തിക്കുന്ന തരത്തിലോട്ടാണോ രേണുവിന്റെ ഉദ്ദേശം എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇതൊക്കെ ഭയങ്കര ഓവറാണ്. ഭയങ്കര ഓവർ എന്ന് വെച്ചാൽ ഭയങ്കര ഓവറാണ്. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ രേണു എങ്ങനെയായിരുന്നു, അതായത് എത്രത്തോളം വെറുപ്പിച്ചിട്ടുണ്ടോ അതിനുശേഷം ബിഗ് ബോസിൽ പോയതിനു ശേഷം കുറച്ചൊന്ന് അതിനൊരു ശമനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അത്രത്തോളം ഒരു വെറുപ്പീര് ബിഗ് ബോസിനുള്ളിൽ ചെന്നിട്ട് കാണിച്ചിട്ടില്ല. ആദ്യമൊക്കെ തന്നെ ഉള്ള ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സൈലന്റ് ആയിട്ട് ഒരാൾക്ക് തിരിക്കുന്ന ഒരു ആളെയാണ് നമ്മൾ ബിഗ് ബോസിൽ കണ്ടതെന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം എങ്ങനെയായിരുന്നോ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ രേണുസുതി അതിന്റെ ഡബിൾ ഇരട്ടിയായിട്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രേണു ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അതും പീക്ക് ലെവൽ എന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ രേണുസുതി ഓരോന്നും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഓരോ കാര്യങ്ങൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വിട്ടിട്ട് എനിക്ക് എന്ത് തരം നെഗറ്റീവ് ആയാലും ഒരു പ്രശ്നവുമില്ല, ഞാൻ ഇങ്ങനെയും മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ട് തന്നെ ആയിരിക്കണം രേണു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പോകുന്നതെന്നാണ് തോന്നുന്നത്. ഇതിന്റെയൊക്കെ കമന്റ് ബോക്സുകൾ തുറക്കാൻ പോലും പറ്റത്തില്ല. കാരണം അമ്മാതിരിയുള്ള തെറിവിളിയാണ് ഇതിന്റെ കമന്റ് ബോക്സുകളിൽ രേണുവിനെതിരെ പച്ചയ്ക്ക് പറയുന്നതെന്ന് പറയുന്നത്. രേണുവിന്റെ വിചാരം ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ തന്നെ എന്നും നിലനിൽക്കും, അല്ലെങ്കിൽ എന്നും ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു പോക്കാണെങ്കിൽ എട്ടിന്റെ പണി വാങ്ങിച്ച് കൂട്ടാനായിട്ടുള്ള ഒരു പോക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ചെയ്ത്തുകളെല്ലാം തന്നെ എന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിഞ്ഞിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഓൺലൈൻ മീഡിയാസ് തന്നെ രേണുസുതിയെ അങ്ങേയറ്റം ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു പോസിറ്റീവ് ഇമേജ് ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാകും. അത് ഇപ്പോൾ വീണ്ടും നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് നല്ലൊരു നെഗറ്റീവ് ഇമേജ് ഇപ്പോൾ അങ്ങേയറ്റം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നത് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. കാരണം അങ്ങേയറ്റം ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ടൊക്കെയാണ് രേണുസുതിയുടെ ഓരോ പ്രവർത്തികൾ അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുന്നതെന്ന് പറയുന്നത്. നമുക്ക് എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു മാറ്റം ഉണ്ടാവും. പക്ഷേ ഇവിടെ ആ പാളിച്ചയിലൂടെ തന്നെ അല്ലെങ്കിൽ ആ തെറ്റിലൂടെ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പണി ഇരുന്ന് വാങ്ങുന്ന തരത്തിലോട്ട് രേണുസുതി അവസാനം എത്തുന്ന ഘട്ടത്തിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു നിമിഷം പറയാനായിട്ട്.